അത് അവന്റെ വീടിന്റെ പടിക്ക് ഡെയിലി 4000 രൂപ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഒരു മാസം ആളെ നിർത്തി. അത് ഭയങ്കര ചീപ്പായിട്ടുള്ള പ്രവൃത്തിയല്ലേ? ആണ് ഇവൻ ചെയ്തല്ലേ. ഈ സായിക്കും സിജോയ്ക്കൊക്കെ ജിൻഡോ എന്ന വ്യക്തിയോട് ഇത്രയും വൈരാഗ്യം വരാൻ കാരണം എന്താ? ഇവൻ പരിശുദ്ധനാണല്ലോ. നമ്മൾ ഈ ഭൂമിയിലെ എല്ലാവരും കൊള്ളാത്തവൻ, അവൻ പരിശുദ്ധവൻ. ഇവരെ കുറിച്ചുള്ള കുറെ സാധനങ്ങൾ ഇരിക്കുന്ന ലൈവ് കുറെ കിട്ടിയിട്ടുള്ളത് പണ്ട്. സായി വന്നിട്ട് ഭീഷണിപ്പെടുത്തിയോ കയ്യില് എന്തുണ്ടെന്ന് പറഞ്ഞു? നിങ്ങളുടെ കുറെ സാധനങ്ങൾ അതുപോലും എന്റെ അടുത്ത് അവൻ പറയണമെന്നുണ്ടെങ്കിൽ അവൻ വേണ്ടല്ലോ. സ്ത്രീകളുടെ ആണെങ്കിലും വോയിസ് അവരെ മറ്റു കാര്യങ്ങളൊക്കെ പ്രേരിപ്പിച്ചു, കബളിപ്പിച്ചു എന്നുള്ള പല കാര്യങ്ങളും മീഡിയക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. സായിയോട് ഞാൻ ഇത് ഫേക്ക് ന്യൂസാണ്, നീ ഇത് ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോ എന്നോട് സായി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ലേ, എന്നോട് അവിടെ വെച്ചിട്ട് ഇവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്. വേറൊരു സദസ് വെച്ചിട്ട്, ബിഗ് ബോസിൽ വെച്ചിട്ടല്ല, എന്തോ പ്രശ്നമാണ് എന്നോടൊന്നും ജിൻഡോനെ ഞങ്ങൾ തകർക്കും. ജിൻഡോയ്ക്ക് PR വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്, വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷെ ജിൻഡോ ഈ അടുത്തിടയ്ക്ക് എൻ്റെ തന്നെ ഇന്റർവ്യൂവിൽ സാബുമോനുമായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ PR കൊടുത്തിട്ടില്ല. നേരത്തെ പറഞ്ഞ ആ ചാനലിലെ ആളോട് ഞാൻ പറയണേ, ഇവിടെ ഇരുന്നിട്ട് നീ വാ ഞാൻ കാണിച്ചു തരാം. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കഴിഞ്ഞ തവണ ഒരു മണ്ടൻ കപ്പടിച്ചു. ഈ മണ്ടൻ എന്നുള്ള ടാഗ് എനിക്ക് അവർ തന്നതാ. അപ്പൊ ആ മണ്ടൻ തന്നെയല്ലേ ചിന്തിക്കവര്. അവിടുത്തെ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ച ഒരു വ്യക്തി ജിൻഡോ മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പുതച്ചൂടി കിടക്കുന്നുണ്ട്, പക്ഷെ ബൈക്കില്ല. ഗബ്രീനോട് പുതയ്ക്കാണ്ട് കിടക്കുന്നുണ്ട്. ഒരു മാളിൽ വന്നിരുന്നു പെണ്ണോട് വന്ന് സംസാരിച്ച് കഴിഞ്ഞ് നേരെ ഹോട്ടലിൽ പോയി അവിടെ റൂം എടുത്ത് താമസിച്ച് പിറ്റേ ദിവസം പോയി. ഇങ്ങനെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പറ്റി പറയുമ്പോ കൃത്യമായിട്ട് ഇന്ന പോലെ ഞാൻ കൊടുക്കണ്ടേ. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ. ഹായ് ഹലോ നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ഫൈനൽസിനോട് അടുക്കുമ്പോൾ ചർച്ചകൾ പലതാണ്. എന്നിരുന്നാലും ഇന്ന് എൻ്റെ കൂടെയുള്ള അതിഥി ബിഗ് ബോസ് സീസൺ 6 വിന്നർ ജിൻഡോയാണ്. നമസ്കാരം. എന്തുകൊണ്ട് ചേട്ടാ വിശേഷം? ബിഗ് ബോസ് കാണാറുണ്ടോ ഈ തിരക്കുകൾക്കിടയിൽ? ഇടയ്ക്ക് കാണും, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഈ തവണത്തെ സീസൺ? നന്നായിട്ടുണ്ട് സീസൺ, കുഴപ്പമില്ല. എന്നാലും കുറച്ച് നമുക്ക് ആരോടും അവിടെ തന്നെ കണ്ടൻസിന് എല്ലാവർക്കും ആരോടും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട്. പരസ്പരം ലാലേട്ടനോടും റെസ്പെക്റ്റ് ഇല്ലാത്ത, ആരോടും റെസ്പെക്റ്റ് ഇല്ലാത്തൊരു ഫീല് എനിക്കങ്ങനെ ചെയ്തു. എൻ്റെ ഒരു എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം? ആദ്യകാലങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മാറ്റി. എന്തുകൊണ്ടായിരിക്കും ജിൻഡോയ്ക്ക് അങ്ങനെ തോന്നാൻ കാരണം? ഇപ്പം ലാലേട്ടനോടൊക്കെ ഞാൻ തിരിച്ചെതിര് പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാ ആഴ്ചയും പറയണമായിരുന്നു. എല്ലാ ആഴ്ച എന്നെ പഴുക്കും പറയും, നല്ലതും പറയും. അദ്ദേഹത്തെ പോലെ അത്ര വലിയൊരാള് നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ ആളോട് ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ എനിക്ക് മോശമായിട്ട് തോന്നിയാണ്. ഓക്കെ. അതുപോലെ കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജൻറ്റുമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, കഴിഞ്ഞ തവണ ഒരു മണ്ടൻ കപ്പടിച്ചു, ഈ തവണ ഒരു മണ്ടി കപ്പടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഇതിനോട് എന്താ പറയാനായിട്ടുള്ളത്? ഈ മണ്ടി എന്ന് ഉദ്ദേശിച്ച ആരെയായിരിക്കും? അത് ആരും ആയിക്കോട്ടെ, കഴിഞ്ഞ തവണ ഒരു മണ്ടൻ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. മണ്ടൻ എന്ന് പറഞ്ഞാൽ, അതായത് എക്സാമ്പിൾ ചിന്തിക്കുക, ഈ മണ്ടൻ എന്നുള്ള ടാഗ് എനിക്ക് അവർ തന്നതാ. അപ്പൊ ആ മണ്ടൻ തന്നെയല്ലേ അത് ചിന്തിക്കുക അവര്. മനസ്സിലായി പറഞ്ഞത്? അതായത് ഇത്ര പേര് വോട്ട്, ഇപ്പൊ ഹീറോ മറ്റേ ഹീറോയിൻ അങ്ങനെ എല്ലാം കൂടി തന്നിട്ട് പോസിറ്റീവ് വേയിൽ തന്നതല്ലോ. അല്ല, അത് അവരപ്പൊ എല്ലാവർക്കും അന്ന് നമ്മൾ ചെന്നിട്ട് 2 ആഴ്ചയല്ലേ ഉള്ളൂ. ഞാൻ 2 ആഴ്ച മിണ്ടാതിരിക്കായിരുന്നു. ഇപ്പൊ വിചാരിച്ച മണ്ടനാന്ന്. മനസ്സിലായോ? ഞാൻ 2 ആഴ്ച മിണ്ടാതിരുന്നപ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നെ വോട്ടും കൊണ്ട് തോപ്പിക്കാൻ പറ്റില്ലെന്ന്. കാരണം ഞാൻ ഒരുപാട് താഴെ കിടക്കുന്ന ആൾക്കാർക്ക് കൈ കൊടുത്തിട്ടില്ല, മുകളിലുള്ള ആൾക്കാർക്ക് കൈ തരുന്ന വിശ്വാസം ഉണ്ടായിരുന്നു. ഇവര് ചത്ത് മരിച്ചു കിടന്ന് കളിക്കുന്നുണ്ട് 2 ആഴ്ച. ഞാൻ കളിച്ചില്ല, ഞാൻ മിണ്ടാതിരുന്നപ്പോഴും എന്താ സംഭവിക്കട്ടെ നോക്കട്ടെ. പക്ഷെ ഞാൻ മിണ്ടാതിരുന്നത് ഈ വന്നേക്കണ ആൾക്കാരൊക്കെ ഒന്ന് പഠിക്കാനാ. ഇവരെവിടെ വരെ പോകണമല്ലോ, എല്ലാം പഠിച്ചിട്ട് പോയി. ക്ലിയർ ആയിട്ട്. കാരണം ഇവരൊക്കെ എന്ന് വെച്ചാൽ ഒരു മാസം കഴിയുമ്പോഴേക്കും അവിടെ ക്യാമറ ഉണ്ടെന്ന് മറന്നു പോകും. ക്യാമറ അവിടെ ഉണ്ടോയെന്ന് വെച്ചാൽ അറിയില്ല. ഇവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലേ. അല്ലെങ്കിൽ പച്ചയ്ക്ക് ഒരാളെ ചീത്ത വിളിച്ചാലും, അല്ലെങ്കിൽ ഇപ്പം റെസിപ്പിയിലൊക്കെ ചെയ്തെന്താ മുട്ടയൊക്കെ എടുത്തുകൊണ്ട് ചീഞ്ഞ സാധനത്തിന്റെ മുട്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് എറിയാണ്. അപ്പം അതിന്റെ കൂട്ടത്തിൽ അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് എറി. ശരിക്കും അവർക്ക് ക്യാമറ ഉണ്ട്, പുറത്തേക്ക് ഇത് പോകും എന്ന് അറിയുന്ന ആളാണെങ്കിൽ അവരെന്താ പറയാ, ഒരു ബോധമില്ലാതെ ചെയ്താണോ കാര്യങ്ങളൊക്കെ? എല്ലാവരും അങ്ങനെ ചെയ്യാ. അപ്പൊ പൊട്ടനാരാ മണ്ടനാരാ? മണ്ടത്തരങ്ങൾ അവിടെ ചെയ്യണത് ആരാ? മനസ്സിലായി പറഞ്ഞത്? ഇപ്പൊ റെസ്മിന് അറിയാൻ വരുമ്പോ അത് മണ്ടത്തരം. അങ്ങനെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ
ജനങ്ങൾക്ക് ഇഷ്ടാവോ? ഉള്ള വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടെ എറിഞ്ഞിട്ട് എന്നോട് അടിച്ചു വരാൻ പറഞ്ഞാൽ ഇഷ്ടാവോ? ഇഷ്ടാവില്ല. അപ്പൊ അവളല്ലേ മണ്ടി. അതിനോട് കൂടെ നിന്നിട്ട് നീ റീഡ് പറഞ്ഞു എന്നുള്ളതല്ല പറഞ്ഞു. സീക്രട്ട് ഏജന്റ് പറഞ്ഞ സീക്രട്ട് ഏജന്റ് പറഞ്ഞ ഒരു മണ്ടത്തരം പറഞ്ഞുതരാം. അവിടെ ഇരുന്നിട്ട് സീക്രട്ട് ഏജന്റ് കുറച്ച് പേര് കൂടി ഇരുന്നിട്ട് ചർച്ച കേട്ടോ. പക്ഷെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഒരു പക്ഷെ അവര് കളിയാക്കി പറഞ്ഞതാണെങ്കിലോ? അത് പറയണത് അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരോടാ. അല്ല, അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാരോടാണെങ്കിലും എന്തായാലും സായിയെ പോലെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം കളിയാക്കി പറഞ്ഞതാണെങ്കിലോ? സായി ഇവിടെ നിന്ന് കയറുന്നതിന് മുമ്പ് സായിനെ ബിഗ് ബോസിൽ വിളിക്കുമെന്ന് സായി വിചാരിച്ചില്ല. ഇല്ല, സായിന് അതിന് മുൻപത്തെ വർഷം തൊട്ട് സായിനെ വിളിക്കുന്നുള്ളതാണ്. അല്ലെന്ന് മറ്റേ ഇതിനകത്ത് വൈൽഡ് കാർഡിൽ അല്ല, ഓൾറെഡി സെലക്ട് ആയിട്ട് ഉണ്ടായിരുന്നല്ലോ. അതിന് മുമ്പും വിളിച്ചിട്ടുള്ള അതിനകത്ത് വിളിക്കുമെന്ന് വിചാരിച്ചിരുന്നു. ഉറപ്പായിട്ടും വിളിക്കുമല്ലോ. അങ്ങനല്ലേ? അന്ന് അത് കഴിഞ്ഞ് ഞാൻ കയറി ബിഗ് ബോസിൽ നിന്ന് സമയത്ത് അവനും അവന്റെ ഭാര്യയും ഇരുന്നിട്ട് പറയുന്ന സാധനമുണ്ട്. ജിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അവൻ കരയുന്ന അടുത്ത് കരയും, ചിരിപ്പിക്കുന്നിടത്ത് ചിരിപ്പിക്കും, ഫൈറ്റ് ചെയ്യുന്നിടത്ത് ഫൈറ്റ് ചെയ്യും, മാസാവുന്നിടത്ത് മാസാവും, മറ്റുള്ളവർക്ക് എന്റർടൈൻമെന്റ് കൊടുക്കുന്നത് കൊടുക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കളിക്കുന്ന ആളില് ആരാണ് നന്നായിട്ട് കളിക്കണേ? ജിൻഡോ ആണ്. അവർ രണ്ടുപേരും കൂടി ഇരുന്ന് പറഞ്ഞതാ. പുറത്തിരുന്ന് ഗെയിം കാണുന്ന ആള് അവരുടെ ഇല്ലേ? കേട്ടായിരുന്നത്? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അയച്ചുതരാം. അപ്പൊ അത് കേൾക്കാം. അപ്പൊ അതിനകത്ത് കേൾക്കുമ്പോ അവര് പുറത്തിരുന്ന് ഇതിങ്ങനെ പറഞ്ഞതാ. നല്ല കാര്യം പറ. ഇപ്പൊ ഇതിനകത്ത് പിൻ ചെയ്ത് നിൽക്കാൻ ചാൻസ് ഉള്ളത് ജിൻഡോയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കളിക്കുന്ന ആള് ജിൻഡോയെന്ന് സായിയുടെ വൈഫും വണ്ടിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ബിഗ് ബോസിലേക്ക് പോവാൻ സെലക്ട് ആയിരിക്കുന്ന ഒരാളാണെങ്കിൽ അത് പറയില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. പറയില്ല. നിങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ ആയിരുന്നെങ്കിലോ? അത് ഗെയിം പ്ലാൻ ആണെങ്കിലാ, അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ? അല്ല, എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കണോ? പ്ലാനിങ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിരിക്കണമെങ്കിൽ അവിടെ നമ്മൾ സീക്രട്ട് ഏജന്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ എന്തായിട്ടാ ഉദ്ദേശിക്കുന്നത്? ഒരു പുലി വരണ് അല്ലേ? ഉറപ്പല്ലേ? അതായത് ഉണ്ണിമോഹൻ പോലുള്ള ഒരാട്ടനോട് പോലും പുള്ളിക്കാരൻ എതിർത്ത് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കുന്ന ഒരാളെ അദ്ദേഹം വരുമ്പോൾ അങ്ങനെ ചിന്തിക്കാം. 2 ദിവസം ഉണ്ടായുള്ളൂ. മനസ്സിലായോ? അതിപ്പോ എന്നോട് വന്ന് കയറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞാ ജിൻഡോ നമുക്ക് 84 ദിവസം വരെ അടി ഉണ്ടാക്കണ്ട എന്നോട് പറഞ്ഞാ ഞാൻ ഓക്കെ ചെയ്യണ്ട പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പുള്ളിക്കാരൻ ജാസ്മിനും ആളും പോയിട്ട് നടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ എനിക്ക് കിച്ചൺ ഇൻചാർജാണ്, ആളും ഉണ്ട്. ഞാൻ ചെന്നിട്ട് പറഞ്ഞു സായി മര്യാദയ്ക്ക് ഇവിടെ ഈ പരിപാടി നടക്കില്ല, പോയി അവിടെ പോയി ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് കിച്ചണിൽ പണിയെടുക്കുന്നു പറഞ്ഞു. മനസ്സിലായി? നമ്മളവിടെ ഫയർ ചെയ്തത് നമുക്ക് 84 ദിവസം ഞാൻ നോക്കിയിരുന്നല്ല. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ പ്ലാനില് എനിക്കൊരു പ്ലാനുണ്ട്. ഈ സായിക്കും സിജോയ്ക്കും ഒക്കെ ജിൻഡോ എന്ന വ്യക്തിയോട് ഇത്രയും വൈരാഗ്യം വരാൻ കാരണം എന്താ? മിനിമം ഒരു 50 ലക്ഷം രൂപയുടെ ഒരു ഗെയിമിൽ അവിടെ നടക്കണം. പിന്നെ അവിടെ ഡെയിലി നിൽക്കണതിന് പൈസ ഉണ്ട്. അപ്പൊ നമ്മൾ അത്രയും കൂടുതൽ ദിവസം നിന്നാലും ഈ 50 ലക്ഷം രൂപ ഫസ്റ്റ് കിട്ടില്ലേ? അപ്പൊ നിങ്ങളായിരുന്നാലും എൻ്റെ കൂടെ മത്സരിച്ചിട്ട് സായി സിജോ അല്ലെങ്കിൽ അവരൊക്കെ പേര് ഞാൻ പറയണില്ല, അവരൊക്കെ ഒരു ഒത്തൊരുമിച്ച് വന്ന ആൾക്കാരവിടെ. അവരൊക്കെ നേരത്തെ അറിയണവരും ഇങ്ങനെ ഒത്തൊരുമിച്ച് വന്നതാ. അപ്പൊ എല്ലാവരും കൂടി നിങ്ങളവിടെ ആ ഗെയിം കാണുകയും എന്താ മനസ്സിലാവും. അവരെല്ലാവരും കളികളും എല്ലാം പ്ലാൻ ചെയ്ത് കളിക്കണം. അപ്പൊ അത്രയും പ്ലാനുകൾ അത്രയും ആൾക്കാരൊക്കെ കൂടി ഉണ്ടാക്കിയിട്ട് പോലും ഞാൻ സിമ്പിളായിട്ട് അടിച്ചു. അസൂയാണോ? എനിക്കറിയില്ല. അസൂയാണോന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ ഇത്രയും വൈരാഗ്യം വരാൻ കാരണം എന്താണ്? അതായത് ഞാൻ പറഞ്ഞില്ല, അതായത് നമ്മൾക്ക് അവിടെ വന്നിട്ട് എന്നോട് പുള്ളി പറയണെന്ന് വെച്ചാൽ ജിൻഡോയുടെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. എന്ത് സാധനങ്ങൾ എനിക്കറിയില്ല. പറയും ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ്. ഞാൻ അപ്പൊ അതുപോലും എൻ്റെ അടുത്ത് അവൻ പറയണമെന്നുണ്ടെങ്കിൽ അവൻ വേണ്ടല്ലോ. സായി എന്നിട്ട് എന്നോട് പറഞ്ഞു, അതുവരെ സായി എന്നോടൊന്ന് പറയണമെന്നുണ്ടെങ്കിൽ സായി മണ്ടൻ. മനസ്സിലായി പറഞ്ഞത്? അത് ജനങ്ങൾ ഇത് കേൾക്കാല്ലേ. സായി വന്നിട്ട് ഭീഷണിപ്പെടുത്തി കയ്യില് എന്തുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ കുറെ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, നമ്മളിവിടുന്ന് ഒരു ക്ലൂ കൊടുത്തന്നെ അവിടെ ഉള്ള ആൾക്കാർ എടുത്തിരുന്നു, നമ്മൾ ഇടുന്ന് പറഞ്ഞു. മനസ്സിലായ? എനിക്ക് ഇവിടെ മൈനസ് ആയിട്ട് ഇറങ്ങിയ 1-2 കാര്യങ്ങളുള്ളൂ, അതവിടെ തീർന്നു. പിന്നെ എന്താ പറയാ,
നമ്മൾ തെറ്റുകൾ ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യും. അതിൽ കുറച്ച് സമയമൊക്കെ ശരി ചെയ്യുമ്പോൾ അതിനൊരു നല്ലതായിട്ട് എനിക്ക് തോന്നിയാണ്. കാരണം തെറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ ആരുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും തെറ്റ് ചെയ്യും. നമ്മുടെ സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കാൻ നമ്മൾ കൊച്ചു കൊച്ചു കളങ്ങളൊക്കെ പറയും. അതും പറഞ്ഞിട്ടുണ്ട് അവിടെ. നമ്മളോട് ചോദിക്കുമ്പോൾ അതൊക്കെ ബാധിക്കാതിരിക്കാന്ന് വെച്ചാൽ അദ്ദേഹം എന്നോട് പറയുന്ന കാര്യത്തിന് എനിക്ക് കറക്റ്റായിട്ട് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ദാറ്റ്സ് ഗെയിം. ഗെയിമാണ്. പക്ഷെ അതിന് ശേഷമാണ് നിങ്ങൾ പുറത്താണ് നിങ്ങളുടെ ഇടയിൽ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമായത്. ഇവിടുന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നു, പിന്നെ അവിടുന്ന് പറയുന്നു, പിന്നെ തെളിവുണ്ടെന്ന് പറയുന്നു, സിജോ എവിടെയൊക്കെ പോയെന്നു എവിടെയൊക്കെ കണ്ടു എന്നൊക്കെയാണ് ജിൻഡോ പറയുന്നത്. പക്ഷെ അതിന്റെ തെളിവൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സിജോ കാണിച്ചല്ലോ. സിജോ നിങ്ങൾ പറഞ്ഞ ആ ഡേറ്റിൽ എവിടെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് സിജോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടില്ലായിരുന്നു അല്ലേ? അത് അവൻ ജൂൺ 4th ശരിക്കും പോയിക്കണത്. ഞാൻ ആദ്യം ഈ ജൂൺ 4th എന്ന് പറഞ്ഞാൽ അവൻ മിണ്ടാതെ അവിടെ ഇരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ ജൂലൈ 4th നിങ്ങൾ എവിടെയായിരുന്നു, അവൻ ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പൊ തന്നെ ഞാൻ എന്താ പറയുന്നത് അറിയോ, ഞാൻ ഈ ജൂലൈ 4th ഞാൻ വെറുതെ പറഞ്ഞ അല്ല ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞു ജൂലൈ 4th അല്ല, ജൂൺ 4th. അങ്ങനെയാണെങ്കിൽ സിജോ ചേട്ടനെതിരെ തെളിവുണ്ടെന്ന് പറഞ്ഞു, അത് കാണിക്കാൻ പറ്റും? ഇല്ല, പറ്റില്ല. എനിക്ക് എന്താ കാരണം പറയട്ടെ. കാണിക്കാൻ പറ്റും, ഞാൻ തുടങ്ങാൻ പോകുള്ളൂ. അല്ല, കാണിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ അത് ഫേക്ക് അലിഗേഷനായി മാറും. ഇല്ല, കാരണം പറയട്ടെ, ഫേക്ക് അലിഗേഷൻ അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരാളുടെ കുടുംബം തകർക്കാൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്നും പറയരുത്. അല്ല, അങ്ങനെ തകർക്കാൻ ഉദ്ദേശിക്കാത്ത വ്യക്തിയാണെങ്കിൽ ഒരു കാര്യവും പറയരുത്. നമ്മളെ ഇങ്ങനെ താഴ്ത്തിട്ടിട്ട് ചവിട്ടി കൂട്ടി നിലത്തിട്ടേക്കാണ്. ഒരു രണ്ടും കൂടി ചെയ്യുന്ന സാധനത, സൈസ് കൂടി ചെയ്യുന്ന സാധനത. ഇവിടെ ഈ ഭൂമി വരെ നമുക്ക് പോകാൻ പറ്റും, അവിടെ നിന്ന് താഴ്ത്തു പോകാൻ ഞങ്ങൾക്ക് മാവിലൊന്നുമല്ല. അപ്പൊ നമ്മള് ആ ക്ഷമ കിട്ടി കഴിയുമ്പോ അവൻ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തെങ്കിലും തിരിച്ചു പറയണം. അത് അവന്റെ വീടിന്റെ പടിക്ക് ഡെയിലി 4000 രൂപ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഒരു മാസം ആളെ നിർത്തി. എന്തിന്? അവൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുമ്പോ അവന് പിന്നാലെ പോകാൻ വേണ്ടിട്ട്. എന്തിന്? ഇവൻ പരിശുദ്ധനാണല്ലോ. നമ്മൾ ഈ ഭൂമിയിലെ എല്ലാവരും കൊള്ളാത്തവൻ, അവൻ പരിശുദ്ധവൻ. ഇവനെ കുറിച്ചുള്ള കുറെ സാധനങ്ങൾ ഇരിക്കുന്ന ലൈവ് കുറെ കിട്ടിയിട്ടുള്ളത് പണ്ട്. അത് ഭയങ്കര ചീപ്പായിട്ടുള്ള പ്രവൃത്തിയല്ലേ ആണ് ഇവൻ ചെയ്തത്. ഇവൻ ചെയ്യണം, ഇവന്റെ കാര്യം നമ്മൾ അറിയണ്ടേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നെ കുറിച്ച് മോശമുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഒരു മാളിൽ വന്നിരുന്നു, ഒരു പെണ്ണോട് വന്ന് സംസാരിച്ച് കഴിഞ്ഞ് നേരെ ഹോട്ടലിൽ പോയി അവിടെ റൂം എടുത്ത് താമസിച്ച് പിറ്റേ ദിവസം പോയേ. തെളിവ് വേണം. ആർക്ക്? ജനങ്ങൾക്ക്. എന്തിനാ? ജനങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പറ്റി പറയുമ്പോ കൃത്യമായിട്ട് ഇന്ന പോലെ ഞാൻ കണ്ടു. ഇപ്പൊ ഇവിടെയല്ലേ ഈ സാധനം ഓപ്പൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് സിജോയുടെ വീടിന്റെ പുറകെ സിജോനെ വാച്ച് ചെയ്യാൻ 2 വ്യക്തികളെ നിർത്തി എന്നുള്ളത് ആദ്യമായിട്ടാണ് ഒരു മീഡിയയിൽ തുറന്നു പറയുന്നത്. അപ്പം ഞങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ടെലികാസ്റ്റ് പോയി കഴിഞ്ഞാൽ ജിൻഡോ എന്ന വ്യക്തിക്കെതിരെ എന്താ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ജിൻഡോയുടെ കയ്യിൽ തെളിവ് വേണം. ശരി, ഇപ്പം ഞങ്ങളൊരു അവസരം തരിക, നിങ്ങൾക്ക് 3 ആൾക്കും ഇരുന്ന് സംസാരിക്കാൻ ഒരു സ്പേസ് തരാണെന്നെങ്കിൽ നിങ്ങൾ റെഡിയാണോ 3 ആളും ഇരുന്ന് സംസാരിക്കാനായിട്ട്? എന്ത് സംസാരിക്കാൻ? അതെ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാ? അതെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഈ അലിഗേഷൻസ് അതിന്റെ വാസ്തവം എന്താണെന്നും കൃത്യമായിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ പറയാൻ നിങ്ങൾക്കൊരു സ്പേസ് തന്നാൽ, ഇപ്പം ഞങ്ങളെന്നല്ല, നിങ്ങൾക്കൊരു സ്പേസ് മീഡിയയ്ക്ക് മുന്നിൽ പറയുന്ന സാധനം മീഡിയയ്ക്ക് മുന്നിൽ തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സ്പേസ് തന്നാൽ നിങ്ങൾ സംസാരിക്കൂ? പിന്നെ സംസാരിക്കാൻ പറ്റായൊന്നുമില്ല. പക്ഷെ വേറെ കാര്യം എന്താ പറയുമ്പോ, ഞാൻ അങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല, അവർക്കുമില്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഈ പ്രശ്നം സായിയോട് പറഞ്ഞിട്ട്, സായി എന്നെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞപ്പോ സായിയോട് ഞാൻ ഇത് ഫേക്ക് ന്യൂസാണ്, നീ ഇത് ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോ എന്നോട് സായി പറഞ്ഞു ഇല്ല, അത് മറ്റേ ഹൈബ്രിഡ് കേസ് വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പൈസ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇട്ട് കൊടുത്താണ്, അപ്പനെ സുഖമില്ലാണ്ട് ഇട്ട് കൊടുത്താണ് പൈസയാണ്, അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് പോകാനാണ് പൈസയാണ് സായി, ഇത് ആൾക്കാരെ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കണം, നീ അത് ഡിലീറ്റ് ചെയ്യും. അത് എല്ലാവരും ചെയ്തു, ഞാനും ചെയ്തു. നീ അവിടെ ചെന്നിട്ട് അത് അല്ലാന്ന് ഈ സാധനം നിന്നെ അവിടെ വെറുതെ വിടാണെങ്കിൽ ഞാൻ തിരിച്ചു ചെയ്യും. സായി ആ വീഡിയോ തിരിച്ചു ചെയ്താളോ? ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ സായി എന്താ വീഡിയോ തിരിച്ചു ചെയ്യാത്ത? ഇല്ല, ആ മറ്റേ വീഡിയോ അവിടെ കിടക്കുന്നുണ്ട്. എന്താ എനിക്ക് എന്റെ വേണ്ടാത്ത കാര്യങ്ങൾ എനിക്ക് എന്താ അവരുടെ ചാനലിൽ ഇതിനെതിരെ കംപ്ലൈന്റ് സാധനം എടുത്താൽ എനിക്ക് 2 പറ്റണ്ടോ? ആർക്കും പറ്റും. എന്തുകൊണ്ടായിരിക്കും ജിൻഡോ എന്ന വ്യക്തിക്കെതിരെ ഇത്രമാത്രം ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻസും, സ്ത്രീകളുടെ ആണെങ്കിൽ വോയിസ്, അവരെ മറ്റു കാര്യങ്ങളൊക്കെ പ്രേരിപ്പിച്ചു,
കബളിപ്പിച്ചു എന്നുള്ള പല കാര്യങ്ങളും മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ വാസ്തവം എന്നതിനേക്ക് ഉപരി എന്തുകൊണ്ടായിരിക്കും ജിൻഡോ എന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ വരുന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, എന്നോട് അവിടെ വെച്ചിട്ട് ഇവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്. വേറൊരു സദസ് വെച്ചിട്ട്, ബിഗ് ബോസിൽ വെച്ചിട്ടല്ല, എന്തോ പ്രശ്നം വന്ന പോലെ എന്നോട് പറഞ്ഞു, ജിൻഡോനെ ഞങ്ങൾ തകർക്കും, എന്നോട് തകർക്കും എന്ന് പറഞ്ഞേ. എനിക്ക് ഇവിടെ വന്നിട്ട് കോംപ്രമൈസിന് ആവശ്യമില്ല, അവർ തകർക്കട്ടെ, കാണട്ടെ. അല്ല, ഞാൻ ചോദിക്കുന്നത് ആദ്യമേ ചോദിച്ചൊരു കാര്യമാണ്, ഇത്രമാത്രം വൈരാഗ്യം ഉണ്ടാക്കാൻ എന്താ കാരണം? അതല്ലേ പറഞ്ഞേ, ഞാൻ ജയിച്ചു വന്നിട്ടായിരിക്കും, അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. അവർക്ക് ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് ജിൻഡോ ജയിച്ചതിന്റെ അസൂയ ചെയ്യുന്നതാണ്. ഉറപ്പല്ലേ? എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ അവിടെ നിന്ന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സായി പുറത്തിറങ്ങി സായി എന്നെ കുറിച്ച് ഞാൻ ജയിക്കുന്നു പറഞ്ഞത്. എന്തായാലും ഇവിടെ ഉള്ള ആൾക്കാർക്ക് മൊത്തം ഏകദേശം അറിയാമായിരുന്നു ഫൈനൽ ഏൽപ്പിക്കും ഞാൻ ജയിക്കുന്നുള്ളത്. കാരണം എനിക്ക് പുറത്തിറങ്ങിയപ്പോ വീഡിയോസ് കാര്യങ്ങൾ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി സായിക്ക് എന്തായാലും മനസ്സിലാവും. എന്നിട്ട് സായി എന്താ പറഞ്ഞത്, അർജുൻ അല്ലെങ്കിൽ ജാസ്മിൻ ജയിക്കും അല്ലേ? സായി അങ്ങനെ പറഞ്ഞില്ലേ, സിജോ അങ്ങനെ പറഞ്ഞില്ലേ, പിന്നെ ആര് പറഞ്ഞു, റസ്മിൻ എന്തോ പറഞ്ഞു, വേറെ ആൾക്കാരിറങ്ങിയ ആൾക്കാരെല്ലാവരും ഞാൻ ജയിക്കുന്നല്ലേ പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? അപ്പൊ അവർ 3 പേരല്ലേ പറഞ്ഞു അല്ലേ? അല്ല, ആ 3 പേരാണ് അവരുടെ ഒപ്പീനിയൻ അല്ലേ? സെക്കൻഡ്, അവരുടെ ഒപ്പീനിയൻ തന്നെ ഇപ്പോഴും നിൽക്കണെന്ന് മനസ്സിലായി പറഞ്ഞത്. അത് ഞാൻ കപ്പടിക്കാൻ യോഗ്യനല്ല, ഇപ്പോഴും നിൽക്കണ അങ്ങനെയാണ് പറഞ്ഞ, മനസ്സിലായോ? അതായത് ആ 3 പേര് മാത്രം ഒഴിച്ച് ബാക്കി എല്ലാവരും ചേട്ടൻ ജയിക്കാനാണ് ചാൻസ് ഉള്ളത്. പിന്നെ ചില നല്ല ഗെയിം കളിച്ചാണ്, അത് മാത്രമല്ല അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞത്. എന്റെ മനസ്സിൽ ഞാൻ കേട്ടതൊക്കെ കഴിഞ്ഞ് റോങ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഇവര് പുറത്തു പോകാനുള്ള 90% കാരണം ഞാനാണ്. സിജോയും സായും പുറത്തു പോകാൻ കാരണം താങ്കളാണോ? സിജോയും സായും പുറത്തു പോകാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയാ, ഇവരോടൊക്കെ ബീറ്റ് ചെയ്യണത് എന്നെ സംബന്ധിച്ചോളം ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നു എനിക്ക് തോന്നില്ല. പിന്നെയും ബീറ്റ് ചെയ്ത് എനിക്ക് അവിടുത്തെ അത്യാവശ്യം ഒരു ഗെയിമർ എന്ന് ഫീൽ ചെയ്ത് ആരെന്നറിയോ, ജാസ്മിനെ ഗബ്രീനെ. അവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഗബ്രി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവർ രണ്ടുപേരും സിംഗിളായിട്ട് കളിച്ച് ഇങ്ങനെ ഈ ഒരു കോംബോ പിടിക്കാണ്ട് സിംഗിളായിട്ട് കളിച്ചിട്ട് ചിലപ്പോ നല്ല അവര് ചിലപ്പോ വിൻ ചെയ്തന്നെ. കാരണം ജാസ്മിനും ഗബ്രിയും കോംബോ പിടിച്ചത് കൊണ്ടാണ് അവര് ജയിക്കാതെ വന്നത്. എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം പറഞ്ഞത്. കാരണം പൊതുവെയുള്ള ഒരു അഭിപ്രായം അതാ. കാരണം അതിനെ ചൊല്ലിയാണ് കൂടുതൽ അവർക്ക് പ്രശ്നം ഉണ്ടാക്കണേ. അല്ലാതെ നേരെ ഓപ്പോസിറ്റ് അവർ സിംഗിളായിട്ട് കളിക്കാന്ന് വെച്ചാൽ ജാസ്മിൻ ഇസ് ഗുഡ് പ്ലെയർ. പക്ഷെ അതിനേക്കും ആ കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ പുറത്തുണ്ടായിരുന്നു. അപ്പൊ ആളുകളുടെ സപ്പോർട്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതായത് ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചൊരു സാധനമുണ്ട്, എന്താണെന്നറിയോ, നമ്മുടെ മൈൻഡ് വെച്ചിട്ട് ഇപ്പൊ ജാസ്മിനും ഏകദേശം ജാസ്മിൻ എൻ്റെ മൈൻഡിലുള്ള സാധനങ്ങൾ ജാസ്മിൻ ഉണ്ട്. പിന്നെ ഞാൻ മറ്റവളെ എൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു എനിക്ക്, അപ്സര പിന്നെ നമ്മുടെ സെബിൻ പിന്നെ പോയില്ലോ, സെബിൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, 5ലേക്ക് വരുന്ന മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അനീഷ് ഇവരൊക്കെ ഇങ്ങനെ കയറി വന്ന ഫീൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ലൈവ് കണ്ടതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാക്കാൻ പറ്റണേ. അപ്പൊ ഞാൻ പിന്നെ ആലോചിക്കണം എന്തായിരിക്കും ഇവരെ എങ്ങനെ പുറത്താക്കാൻ പറ്റുന്നത് നമ്മൾ ആലോചിക്കാം. ശരിക്കും അവിടെ നിന്ന് ബിഗ് ബോസ് വിന്നർ ആവാന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാരെ കൊച്ചുകുട്ടീനെ പിടിച്ച് പോലെ ആക്കാനുള്ള കഴിവുണ്ടാവണം. അവനെ യഥാർത്ഥ വിന്നർ. അല്ലാതെ നമ്മൾ ജനങ്ങൾ മാത്രം ജനങ്ങൾക്ക് നമുക്ക് അവിടെ ജനങ്ങളുടെ വോട്ടിങ്ങിന് പ്രാധാന്യമില്ലേ? ജനങ്ങളുടെ വോട്ടിന് പ്രാധാന്യം, അതായത് അവര് ചെയ്യുന്ന റോങ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കൊടുത്ത് കാര്യങ്ങൾ ചെയ്താലാണ്. എന്തിനാണ് അവരെ നമ്മൾ തിരിച്ചടിക്കണേ? ഫോർ എക്സാമ്പിൾ ജാസ്മിൻ മൈക്കിലായിട്ട് കിടന്നു, ഗബ്രിയെ നമുക്ക് കാണാൻ പറ്റും, ഞാൻ അവിടെ ക്യാപ്റ്റനാണ്. അതായത് ജാസ്മിൻ ഇങ്ങനെ പുതച്ചുകൂടി കിടക്കുന്നുണ്ട്, പക്ഷെ മൈക്കില്ല. ഗബ്രീനെ ഇവിടെ പുതയ്ക്കാണ്ട് കിടക്കുന്നുണ്ട്. ജാസ്മിനോട് ഇരുന്നിട്ട് പറയുന്നുണ്ട് ഓരോന്നൊന്നും പുറകോർക്കണമെങ്കിൽ മനസ്സിലാവും. കാരണം എന്താന്ന് വെച്ചാൽ ഈ ജാസ്മിന്റെ ഫേസ് എനിക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഇടയ്ക്ക് ഇവൻ വർത്താനം പറയുന്നുണ്ട്, ഈ ഗബ്രി വർത്താനം പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു മറുപടി ഇല്ലാണ്ട് ഇവിടുന്ന് പറയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ജാസ്മിനെ മൈക്കിട്ട് എടുക്കും തോന്നും. അപ്പൊ അവിടെ എനിക്ക് അന്യ ഒച്ചപ്പാട് ബഹളം അല്ലേ കേട്ടല്ലേ, ഒച്ചപ്പാട് ബഹളം എടുത്ത് നിങ്ങളുടെ പണി നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ സെവിൻ അത് ഏറ്റുപിടിച്ചിട്ട് പറഞ്ഞു ഇതിന്റെ വീട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിടില്ല. കാരണം അവർക്ക് രണ്ടുപേരും കൂടി ഒരു ഗെയിം പ്ലാൻ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ, മനസ്സിലായോ? അപ്പൊ അവര് ചെയ്തത് എത്ര പ്രാവശ്യം പറയണം മൈക്കരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അവർ കേട്ടില്ല. ഞാൻ പോയിരുന്നു കട്ടിലായിരുന്നു. അപ്പൊ ബിഗ് ബോസ് എന്ന് വിളിച്ചു പറഞ്ഞു ജാസ്മിൻ മൈക്ക് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ കൂവി. അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് കേൾക്കാൻ പറ്റാത്തിട്ട് അത് തെറ്റാന്ന് പറഞ്ഞിട്ടല്ലേ ബിഗ് ബോസ് പറഞ്ഞത്.
അവരെല്ലാം റോങ് ചെയ്യണേ. ബൈക്ക് ധരിക്കുന്ന പറയുമ്പോ അവരെന്താ ചെയ്യണ്ടേ? സോറി ജിൻഡോ എന്നെ ക്യാപ്റ്റൻ അതായത് പറഞ്ഞിട്ട് കിട്ടാ മതി. മനസ്സിലായി, അവിടുത്തെ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ച ഒരു വ്യക്തി ജിൻഡോ മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ മാത്രമാണെന്നല്ല, കൂടുതലും അവരോട് ഫൈറ്റ് ചെയ്ത് ഞാനാണ്. അതെല്ലാം ജനങ്ങൾക്ക് അതായത് നമ്മള് എന്താ പറയാ, മനസ്സിലാക്കപ്പെട്ട ഒരു കഴിവുണ്ടല്ലോ. നമുക്ക് ഇത്രയും വോട്ട് നമുക്ക് കിട്ടി ജയിക്കുമ്പോ ഒരു പക്ഷേ ഇപ്പം പുറത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ PR വർക്കുകളെ പറ്റിയിട്ടാണ്. ജിൻഡോയ്ക്ക് PR വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയെ വ്യക്തമായിട്ട് എനിക്കറിയാവുന്ന വ്യക്തിയാണ്. പക്ഷേ ജിൻഡോ ഈ അടുത്തിടയ്ക്ക് എൻ്റെ തന്നെ ഇൻ്റർവ്യൂവിൽ സാബുമോനുമായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ PR കൊടുത്തിട്ടില്ല, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പയ്യനെ ഏൽപ്പിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ താങ്കൾക്ക് PR ചെയ്തു, താങ്കളെ വിൻ ചെയ്യിപ്പിച്ചു എന്ന രീതിയിൽ അദ്ദേഹം പുറത്ത് സംസാരിക്കുന്നുണ്ട്. ശരിക്കും താങ്കൾക്ക് PR ചെയ്ത വ്യക്തി, അപ്പം അതിനെപ്പറ്റി എന്താ പറയാനായിട്ടുള്ളത്? ഞാൻ ശരിക്കും ജിൻഡോയ്ക്ക് PR വർക്ക് ഇല്ലായിരുന്നോ പുറത്ത്? പറയാൻ സമ്മതിക്കോ? പറഞ്ഞോ. ഈ ബിഗ് ബോസിലേക്ക് കയറുന്ന ആൾക്കാരെ, എൻ്റെ ഫീൽഡിലുള്ള ആൾക്കാരെ എന്നെ അറിയും അല്ലേ? മറ്റുള്ള ആൾക്കാരെ ഓരോരുത്തരും ആള് അത്രയും ഔട്ട് സ്റ്റാൻഡേർഡ് ആയിരിക്കണം, എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്ന ആളായിരിക്കണം. അല്ലാണ്ട് അവിടെ കയറുന്ന ആൾക്കാർ ആരാണെന്ന് ഈ ജനങ്ങൾക്ക് മൊത്തം അറിയാൻ ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ അതിനു മുമ്പേ തന്നെ ഒരുപാട് അച്ചീവ് ചെയ്ത ആളാണ്, ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്ത ആളാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്. ഇത് ജനങ്ങളിലേക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബിഗ് ബോസിലെ കാര്യമില്ല, ഞാൻ ഇതായിരുന്നു, ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ അകത്ത് നിൽക്കുമ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടാലാണ് അറിയുള്ളൂ അല്ലേ? അപ്പൊ അവിടെ നിന്നിട്ട് എനിക്ക് എൻ്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എടുത്തിടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഒരാളെ ഏൽപ്പിക്കണം. എൻ്റെ സോഷ്യൽ മീഡിയയും ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളെ ഞാൻ ഏൽപ്പിച്ചത്. അതിനുള്ള പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടായുള്ളൂ. അതിനുള്ള പൈസ കൊടുത്തിട്ട് ഞാൻ പറയും ഇത് ഹാൻഡിൽ ചെയ്യണം. അദ്ദേഹം ഞാൻ പറഞ്ഞ പണി അദ്ദേഹം ക്ലിയർ ആയിട്ട് ചെയ്തു. അല്ല, അത് തന്നെയല്ലേ PR എന്ന് പറയുന്നത്. അല്ല, അത് PR എന്ന് പറയുമ്പോ അപ്പൊ പിന്നെ ഞാൻ കഴിഞ്ഞിട്ടെ, ഈ ഞങ്ങള് ഇത്രയും കാര്യങ്ങൾ ചെയ്യാണ്ട് ഇപ്പൊ എന്നെ കുറിച്ചിട്ട് ആ സമയങ്ങളിൽ താങ്കളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്നത് താങ്കളുടെ പ്രീവിയസ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് മാത്രമല്ല, അതിന്റെ ഉള്ളിലുള്ള ഗെയിംസിന്റെയും അതിന്റെ അച്ചീവ്മെന്റ്സും വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തതും പറയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞതിന് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചത്. ഞാൻ കഴിഞ്ഞ കാര്യത്തിൽ മാത്രമല്ല ഉപയോഗിച്ചത്, അത് എന്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഇടാൻ പറ്റാത്ത പോസ്റ്റ് ഇടാൻ ഒരാളെ ഏൽപ്പിക്കുന്നു. അത് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇവിടെ ആര് ചെയ്തിട്ടുണ്ട്? ഞാൻ എക്സാമ്പിൾ പറയട്ടെ, എല്ലാവരും ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം എല്ലാവരും ചെയ്തതെന്ന് ചിന്തിക്കുക. എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ ആ സമയത്ത് നോക്കാം, അവരെല്ലാം ഹാൻഡിൽ ചെയ്യണേ. അത് വേറൊരാൾ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളെ ഏൽപ്പിക്കാണ്ട് പറ്റുമോ? അതെ, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് ഒരാളെ ഏൽപ്പിക്കാണ്ട് പറ്റില്ലല്ലോ. എനിക്ക് എന്റെ അനിയത്തിനെ ഏൽപ്പിക്കാണെങ്കിൽ എന്റെ വിശ്വാസമായിട്ട് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമോ? അവരോട് ഉണ്ടായിരുന്നില്ല, കാനഡയിലൊക്കെയാണ്. എനിക്ക് അവിടെ പോയി ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ PR ചെയ്തിട്ടില്ല, സോഷ്യൽ മീഡിയ മാത്രം ഹാൻഡിൽ ചെയ്യാൻ ഒരു വ്യക്തിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് ചെയ്യേണ്ടത്. അല്ല, അതിനാണ് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന PR എന്ന് പറയണേ. ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ നിലവിൽ ഏറ്റവും ചർച്ചയാവുന്നത് അനുമോൾക്ക് അവിടെ PR ഉണ്ട്, 15 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സോ അനുമോളുടെ ഫാമിലിയോട് സംസാരിക്കുമ്പോഴും അനുമോളുടെ ഫാമിലി പറയുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ ഒരു വ്യക്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. ആ വ്യക്തിയും പറഞ്ഞു ഞാൻ അവരുടെ സോഷ്യൽ മീഡിയ മാത്രമേ ഹാൻഡിൽ ചെയ്യൂ. അപ്പൊ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് PR? ഒരു ജിൻഡോയ്ക്ക് എനിക്കറിയില്ല, അനുമോളുടെ കാര്യമല്ല ഇത്. ജിൻഡോയോട് ഞാൻ ഇത് ചോദിക്കാൻ കാരണം ജിൻഡോയ്ക്ക് ചെയ്ത വ്യക്തി തന്നെയാണ് അനുമോൾക്കും ചെയ്യുന്നത്. വേറെ ആൾക്കാര് ജിൻഡോയ്ക്ക് ചെയ്ത വ്യക്തി ചെയ്യുന്നുണ്ട് എന്നുള്ള 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയില്ലെന്ന് അറിയാൻ കാര്യം പറഞ്ഞ ഉറപ്പാണോ? പിന്നെ എനിക്കറിയില്ല, ക്ലിയർ ആയിട്ട് അറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല. ഈ പറഞ്ഞ എനിക്ക് ചെയ്ത ആള് ഇപ്പൊ എന്റെ കൂടെ ഇല്ല. എന്റെ കൂടെ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് വേറെ കാര്യങ്ങൾ ആളുടെ അടുത്ത സ്റ്റെപ്പിന് പോയേക്കാണ്. കാരണം എനിക്ക് എന്റെ സിനിമ ഭയങ്കരമായിട്ട് പോയേക്കാണ്. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല ആളാണോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ ആൾക്കാർ പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ. അമ്മയോട് കാണിച്ച ആ സ്നേഹം ഫേക്ക് ആയിരുന്നു, അമ്മയുടെ പേരിൽ ഫേക്ക് വോട്ട് പിടിച്ചു എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതില് വാസ്തവം എന്താണ്? അമ്മ ഇപ്പൊ എവിടെയാ ഉള്ളത്? താങ്കളുടെ കൂടെ ഉണ്ടോ? അമ്മ ഞങ്ങൾക്ക് പോലീസ് കോട്ടേഴ്സുണ്ട് തിരുവനന്തപുരത്ത്. അമ്മ കോട്ടേഴ്സിലുണ്ട്. കാരണം ഞാനിപ്പോൾ ഒറ്റയ്ക്കുള്ളൂ. എനിക്ക് പുറത്തിറങ്ങി നടക്കേണ്ട ആളാണ്, മനസ്സിലായി? പുറത്തിറങ്ങി നടക്കേണ്ട ആളാകുമ്പോൾ അമ്മയുടെ അടുത്ത് നമുക്ക് വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിക്കാൻ പറ്റുന്ന സ്ഥലം അവിടെ തന്നെയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അവിടെ പോയി നിർത്തിയില്ല. പിന്നെ അല്ല മാത്രമല്ല ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ അന്വേഷിച്ച് കുറേ ആൾക്കാർ ഇങ്ങനെ വരും.
എന്നുണ്ടെങ്കിൽ അമ്മ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു വിടാല്ല ചെയ്യുക. അമ്മ വീട്ടിൽ കയറ്റിയിരിക്കും, ഭക്ഷണം കൊടുക്കും, സംസാരിച്ചിരിക്കും. അതായത് ആ പ്രൊസീജിയർ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കണം. അപ്പം അങ്ങനെ പോയാൽ ശരിയാവില്ല. എൻ്റെ അമ്മയെ സംബന്ധിച്ചോളം ഞാൻ രാവിലെയും വൈകിട്ടും ഫോൺ വിളിക്കും, ഒരു സമയം വീഡിയോ കോൾ വിളിക്കും. അത് നമ്മുടെ ഇതിലുണ്ട്. ഒരു മാസത്തിൽ ആൾക്ക് ഹോസ്പിറ്റലിൽ പോകണം. അത് തൃശ്ശൂർ കിംസിലെ കാണിക്കണം. അപ്പോൾ കൂടുതൽ അവിടെ നിൽക്കണതാണ് നല്ലത്. മനസ്സിലായോ? അതുകൊണ്ട് അല്ല അമ്മയുടെ നമ്മൾക്ക് ഒരാളുടെ സ്നേഹമോ കാര്യങ്ങളൊന്നും എന്താ പറയുക, എൻ്റെ അമ്മയുടെ വാക്കുകളാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ അവിടെ നിർത്തിയത്. എൻ്റെ അമ്മ പലപ്പോഴും പറയായിരുന്നു, മോനെ മോൻ വീടിൻ്റെ വിളക്കാണ്, തളരരുത്. അപ്പോൾ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും ഞാൻ എൻ്റെ ഇത്രയും പ്രഷർ വന്നാണെങ്കിൽ റോക്കിക്ക് ഒരു ചെറിയ പ്രശ്നം അടിച്ചില്ലേ ഇല്ലേ, അടിച്ച്. ഇപ്പോൾ സെബിൻ പുള്ളിക്കാരൻ വന്നിട്ട് ലാലേട്ടൻ ഒറ്റ എപ്പിസോഡിലാണ് സെബിന് ചീത്ത വിളിച്ചുള്ളൂ. പിടിച്ചിക്കാൻ പറ്റുമോ? ഇല്ല. ശരിയല്ലേ? അവന് പോകേണ്ട ആവശ്യമില്ല, പിടിച്ചിക്കാൻ പറ്റിയില്ല. അപ്പം ഞാനാ എന്നെ പിടിച്ച് പുറത്താക്കി, എന്നെ ഗബ്രീനെ പിടിച്ച് പുറത്താക്കി. ഞാൻ അവിടെ നിന്ന് കാല് പിടിക്കായിരുന്നു. കാരണം എനിക്കിനി അറിയാം, ഞാൻ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ കയറാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. കയ്യും കാലും പിടിച്ചിട്ട് ഞാൻ അകത്ത് കയറി ഇല്ലേ, ആ പോക്ക് പോയി ഇറങ്ങി തീർന്നില്ലേ, സത്യമല്ലേ? അപ്പം അതായത് ഞാൻ പറയണത് അവിടെ വരുന്ന ഓരോ ആൾക്കാർക്കും എൻ്റെ മൈൻഡിൽ എൻ്റെ ബുദ്ധിയാണ് അവിടെ വർക്കായത്. എൻ്റെ ഗെയിമാണ്. ഞാൻ ആരെയും ഇപ്പം ആരും അനുഗ്രഹിച്ചിട്ടില്ല. റോബിൻ ഫോർ എക്സാമ്പിൾ നല്ല ഹൈപ്പർ അത്യാവശ്യമായ മനുഷ്യനെ എനിക്ക് ഇഷ്ടമുള്ള, അഖിൽമാരെ എനിക്ക് ഇഷ്ടമുള്ള, പിന്നെ റിയാസ്, എൻ്റെ മനസ്സിൽ ഇപ്പം നമുക്ക് രജികുമാർ സാറ്, അങ്ങനെ കുറേയും പറയുകയാണെങ്കിൽ സാവിച്ചേട്ടൻ എക്സെട്ര കുറേ ആൾക്കാരുണ്ട്. ഞാൻ പേരൊക്കെ പുറത്തേക്കാൻ പറ്റാത്ത കേട്ടോ. അപ്പം ശോഭേച്ചി, ഇവരൊക്കെ എല്ലാം കുറേ ആൾക്കാരുണ്ട്, എനിക്ക് പേരറിയില്ല. അപ്പോൾ അവരെല്ലാവരും അത്യാവശ്യം ഹൈപ്പിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ആ ഹൈപ്പിൽ നിന്ന് ഇറങ്ങിപ്പോന്നെ ഈ പറഞ്ഞ ആൾക്കാരൊന്നും എന്നെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല അന്ന്. ഏത് ബിഗ് ബോസ് ഞാൻ കയറിയുള്ള സമയത്ത് മോശം പറഞ്ഞില്ല, നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ അവരെ ചെന്ന് കാണുകയോ വിളിക്കുകയോ ഗില്ലനോട് ഞാൻ വിളിച്ചിട്ട് കാണണം എന്ന് പറഞ്ഞാൽ പലരും നമ്മൾ കണ്ടില്ല, തന്നെ സമയം കിട്ടിയില്ല, കാണാൻ പറ്റില്ല. വേറെ ആരും ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് അറിയില്ല, എന്നാലും അറിയും, ഇത്രേ ഉള്ളൂ. പിന്നെ റോബിൻ എൻ്റെ ജിമ്മിൽ വന്നായിരുന്നു, മനസ്സിലായോ? അപ്പം അങ്ങനെ ഇവരൊക്കെ എന്നെ കുറിച്ച് നല്ലതേ പറഞ്ഞുള്ളൂ. പിന്നെ റിയാസിനെ ഞാൻ അറിയപ്പോലില്ലാത്ത റിയാസ് ഞാൻ മറ്റേ ക്ലാസിക്കൽ ഡാൻസ് കളിച്ചപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ മറ്റേ ഞാൻ അദ്ദേഹം കാണേണ്ട കാഴ്ചയിൽ ഇപ്പം നല്ലൊരു ജെനുവിനായിട്ട് നിൽക്കണ ഒരു വ്യക്തിയാണ് അദ്ദേഹമായിട്ട് തോന്നുന്നത്. അപ്പം ഇപ്പം ആൾക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല ഹൈപ്പ് കിട്ടി തുടങ്ങി. ആ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഹൈപ്പ് PR ചെയ്തിട്ടല്ല, നമുക്ക് നല്ല നല്ല കണ്ടന്റുകൾ നമ്മൾക്ക് കിട്ടുമ്പോൾ ആ കണ്ടന്റ് എടുത്ത് ഏത് സോഷ്യൽ മീഡിയ നടത്തണ അത് എടുത്തിട്ടാലും അവർക്ക് വ്യൂ ഉണ്ടാവുള്ളൂ. എന്തായാലും താങ്കൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കുറച്ച് BGM ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ എന്താണോ അവിടെ ഇടേണ്ടത് ആ രീതിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് നിലവിൽ പോയിട്ടുണ്ടായിരുന്നത്. കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്, ഈ ഇന്റർവ്യൂ നിങ്ങൾ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ കട്ട് ചെയ്യില്ലേ? തീർച്ചയായിട്ടും. ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ? നിങ്ങളുടെ ചാനലിന് വേണ്ടിയല്ലേ? അല്ലേ? എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യില്ല. നിങ്ങളുടെ ചാനലിന് വേണ്ടി നിങ്ങൾ ചെയ്യും. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോണേ, നിങ്ങൾക്ക് എന്താണ് റീച്ച് കിട്ടാൻ പോണത് നിങ്ങൾ ചെയ്യും. അല്ല, താങ്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ താങ്കൾ ഞങ്ങളുടെ ഗസ്റ്റാണ്, ഞങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാകാം, ഇപ്പോൾ ഈ ചുമച്ച പോലെ ചുമയുണ്ടാകാം, അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി എടുപ്പം നമ്മൾ ഒരു മണിക്കൂർ സംസാരിക്കുമായിരിക്കാം. ഒരു മണിക്കൂർ നമുക്ക് ആ ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള സമയം മാത്രം ഇട്ടാൽ മതി. ശരി. അപ്പം ഞാനിവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചുമക്കുക അത് എടുത്തേണ്ട ആവശ്യമില്ല. അതിപ്പോ എക്സാമ്പിൾ ഇട്ടെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല, മനുഷ്യനല്ലേ ചുമക്കും. നിങ്ങൾ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് അത്രയും സാധനം കട്ട് ചെയ്ത് ഏറ്റവും മാക്സിമം കുറച്ചിട്ടല്ലേ ഇന്റർവ്യൂ നമ്മൾ പുറത്തേക്ക് വിടുമ്പോ ഇൻക്ലൂഡഡ് ആണ് പോവുക, ഞങ്ങളുടെ മാത്രമല്ല താങ്കളുടെയും കൂടെ ഇതിനാണ്. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇതുപോലെ ഇന്റർവ്യൂ നടത്തിയിട്ട് മോശമായിട്ടുള്ള ആൾക്കാരുണ്ട് ഇല്ലേ? ഞാനിപ്പോ കൂടെ തന്നെ എക്സാമ്പിൾ പറഞ്ഞുതരും. ഇന്റർവ്യൂവിൻ്റെ അല്ല, നമ്മുടെ കഴിഞ്ഞ ദിവസം അക്ബറിൻ്റെ ഒരു പരിപാടി ഉണ്ടായില്ലേ? അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു വൈഫും ഇവരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ
പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് നമ്മുടെ അപ്പാനിശ്വരത്ത് അവിടെ നിന്ന് എണീറ്റ് പോണ സീൻ ഉണ്ടാവും. അപ്പം അപ്പാനിശ്വരത്തേക്ക് വരുന്ന സമയത്ത് അപ്പാനിശ്വരത്ത് ആദ്യം എനിക്ക് ഷെയ്ക്കാൻ്റെ ഒന്നും ഹഗ് ചെയ്ത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ശോഭനെ ഹഗ് ചെയ്തിട്ട് ആള് അപ്പം പോയി കഴിഞ്ഞപ്പോൾ ആളുടെ നോട്ടം അങ്ങോട്ടായിരുന്നു. ഞാൻ കാണിച്ചു. അപ്പോൾ ആളെന്നെ കണ്ടില്ലേ കാണിക്കുന്നത്, ആള് പോയി. പക്ഷേ ആൾക്കാർ എടുത്തിട്ട് എന്താ എന്നെ അപ്പാനിശ്വരത്ത് കൈ കൊടുക്കണമെന്നോ ഹഗ് ചെയ്യണമെന്നോ കണ്ടില്ല, ഇട്ടിട്ടില്ല. ഇടാണ്ട് അത് മാത്രം ഇട്ടിട്ട് എന്നെ ഷെയിമാക്കി. സോഷ്യൽ മീഡിയ പല കാര്യങ്ങൾ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ജിൻഡോയുടെ കാര്യത്തിൽ. ഉറപ്പല്ലേ? പക്ഷെ ചില കാര്യങ്ങള് നല്ലൊരുത്ത് കാണിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടി ഇപ്പൊ ആ സാധനം അപ്പാനിശ്വരത്തിന്റെ അത് ഇങ്ങനെ കാണിച്ചതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്കറിയാം. അവർക്ക് വ്യൂ വേണം, അവർക്ക് അത്രേ ഉദ്ദേശമുള്ളൂ. അതായത് ചിലപ്പോൾ എന്നോട് ഒരു വരെയൊക്കെ ഉണ്ടാവില്ല, അവർക്ക് വ്യൂ വേണം. ഇപ്പം ഞാൻ വിളിച്ചിട്ട് എനിക്കത് ചോദിച്ചിട്ടും തലുണ്ടാക്കാനും ഒച്ചപ്പാണ്ടാക്കാനും പറ്റാണ്ടതല്ല. പക്ഷെ ഞാൻ എന്തിന്, ഞാൻ വേറെ എക്സാം ഉണ്ട്, ഞാൻ എന്തായാലും അവരുടെ മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്തിക്കണം. നമ്മുടെ ഒരുത്തൻ കയറിയിരുന്ന് ഒരു ചാനലിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് ജിൻഡോ നീ എന്തെന്നാ അറിയണ്? കാരണം മറ്റേ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാനല്ല ചേച്ചി ചോദിച്ചുള്ളൂ, ഇങ്ങനെയാണ് കാണിക്കണേ, നീ വന്ന വഴി മറക്കല്ലടാ എന്ന് പറയുന്നുണ്ട്. ഓർക്കണ്ട ഒരു ചേച്ചി ഞാൻ മറ്റേ ഇതിൻ്റെ അകത്ത് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കുത്തുകൊടുത്തിട്ട് അങ്ങോട്ട് പോയി. ശരിക്കും ആ നാരത്തരം പറഞ്ഞ ആ ചാനലിലെ ആളോട് ഞാൻ പറയണേ, ഇവിടെ ഇരുന്നിട്ട് നീ വാ ഞാൻ കാണിച്ചു തരാം എന്താന്നുള്ളത്. എൻ്റെ നമ്പർ കൊടുത്തിട്ട് നമ്പർ ബാക്കി 2 നമ്പർ അടിച്ചിട്ട് പോയത് ഞാൻ. അത് കൂടാണ്ട് ആ ചേച്ചിക്കുള്ള ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് എടുത്തിട്ടാണ് കയറി വന്നത്. ആ ചേച്ചി നമ്പർ തന്നത് ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ 2 നമ്പർ തെറ്റുണ്ടായിരുന്നു. അത് കളഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ ഞാനത്. അപ്പം അദ്ദേഹം എന്തായാലും വിളിച്ചത് അറിയാനും വിളിച്ചേ, അതാണ് ഇവിടെ എന്ന് പറയണത്. നീ പനി വാ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ആ സാധനം എടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ ആ ചേച്ചിയുടെ ഇതും ആ ചേച്ചി പറഞ്ഞ വോയിസ് ഒക്കെ ഉണ്ട്, മോനെ എന്താ അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് എന്താ പറയുന്നറിയോ, ആ ചേച്ചി സിനിമയിലൊക്കെ അഭിനയിക്കാൻ നടക്കുന്ന ആളാണ്, അത്യാവശ്യം വൈറലായി, അങ്ങനെ തന്നെ നിന്നോട്ടെ, അങ്ങനെ തന്നെ ഇവിടെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. ഞാൻ ആ ചേച്ചിയുടെ ഇവിടെ ഇന്റർവ്യൂ നിർത്താം, നിങ്ങൾ ചോദിക്കും. അല്ല, ജിൻഡോനെ മനഃപൂർവ്വം നെഗറ്റീവ് ആക്കാൻ വേണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിപ്പുലേറ്റ് കാണുന്ന സാധനം. ഇപ്പൊ ആ വീഡിയോയിൽ കാണുന്ന എന്താ, ആ ചേച്ചി ഇത്ര ഇങ്ങനെ കാണിക്കണം. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കണത് ഈ നമ്പർ ശരിയാണോ. അപ്പൊ ആൾക്കാരെ കാഴ്ചപ്പാട് ഇത് പിടിക്കുമ്പോ ഫോട്ടോ എടുക്കാനാണ്, സെൽഫി എടുക്കാൻ ചോദിച്ചില്ല എന്നുള്ളത് അല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ ഈ 2 നമ്പർ ഡിലീറ്റ് ചെയ്ത് 2 നമ്പർ അടിച്ച് ഞങ്ങൾ പോയി. അപ്പൊ ചേച്ചി നോക്കി, ചേച്ചി ഇങ്ങനെ നോക്കണം. അപ്പൊ ആൾക്കാരെ കാഴ്ചപ്പാടില് ഞാൻ വന്ന് പോയി. അതിന്റെ പുറവശത്ത് നടന്ന എന്താന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളത്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എല്ലാം അറിഞ്ഞിട്ട് പറ. അത് ഒരുപാട് ആൾക്കാരെ കുറിച്ച് ഈ പറഞ്ഞ സാധനം പറയുന്നുണ്ട്. ആരാണ്? യൂട്യൂബർ ആണോ? ആ യൂട്യൂബർ കൊറേ പറയുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ കൊറേ പറയുന്നുണ്ട്. ഏത് യൂട്യൂബർ അത് നോക്കണ്ട വരും. കാരണം നോക്കട്ടല്ല കാണിച്ചു തരാൻ പറഞ്ഞു. കുഴപ്പമില്ല, അത് സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ചേച്ചിയോട് പറഞ്ഞു, നമുക്ക് ആ ചേച്ചി കുട്ടികളുടെ സെൽഫി ഒക്കെ എൻ്റെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. കാണിച്ചു തരാൻ വേണി അത് കാണിക്കണം, നല്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് എനിക്ക് അയച്ചു തന്നാ മതി, ഞാൻ അയച്ചു തന്നാ ഞാൻ നോക്കണം. എന്നാ ആ ഫോട്ടോ എടുത്ത് മറ്റേ സാധനം സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ എനിക്ക് ആ ചേച്ചിനെ വിളിച്ചു പോലെ ഇങ്ങനെയാണ് സംഭവം, ഞാൻ വന്ന് പറയട്ടെ അല്ലെങ്കിൽ ഞാൻ ലൈവിൽ വരട്ടെ എന്ന് ചോദിച്ചു. വേണ്ട ചേച്ചി ഇപ്പൊ വൈറലായില്ലേ, അതായത് ആ സാധനം അവിടെ നിന്നോട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു കാസ്റ്റിംഗ് ചെയ്യണമെങ്കിലോ എന്ത് ചെയ്യണമെങ്കിലോ അതത് പോസിറ്റീവായിട്ട് അയക്കണം, ഞാനത് നെഗറ്റീവ് അയക്കണം, എനിക്ക് കുഴപ്പമില്ല. എന്താന്നുള്ളത് ദൈവത്തിന്റെ കോടതിയിലുണ്ടല്ലോ, മനസ്സിലായോ. ഞാൻ എന്താ നന്മയാണ് ചെയ്തത്, ആ ചേച്ചിനെ കൊണ്ടുനിർത്തിയിട്ട് അല്ലെങ്കിൽ അപ്പൊ തന്നെ ചേച്ചിയുടെ വീഡിയോ കോൾ വിളിച്ചിട്ട് സംസാരിക്കണം എടുത്തിട്ട് എനിക്കിടാം. അതാണ് എല്ലാവരും ചെയ്യണേ. എടാ മോനെ ഇതും പറഞ്ഞ ലാംഗ്വേജ് തന്നെ തിരിച്ചു പറയാൻ എനിക്ക് പറ്റണ്ടല്ലോ. പക്ഷെ സുഹൃത്തെ വിചാരിക്കുക, ഞാൻ ഈ മീഡിയയിൽ കാണും, പക്ഷെ അതിനൊരു മറുപടി നീ പറയണം കേട്ടോടാ, കാരണം നീ എന്നെ വിളിച്ച വഴി അങ്ങനെയാണ്. ഓക്കെ, എന്തായാലും താങ്കളൊരു വിന്നറാണ്. നിലവിൽ സീസൺ 6 വിന്നർ എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും അറിയുന്നത്. ഈ വർഷം അടുത്തൊരു വിന്നർ വരാൻ പോകുന്നു ഒരാഴ്ചക്കുള്ളിൽ. എന്തായാലും അർഹതപ്പെട്ട ഒരാളിലേക്ക് കപ്പ് എത്തട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു സോ മച്ച് ചേട്ടാ.